Hello guys, welcome back to my YouTube channel and welcome back to the Kochu Varthamanam series with your North Indian Mallu. Episode 3 ആണ് guys. അങ്ങനെ എപ്പിസോഡ് 3 വരെ എത്തി. നിങ്ങൾ എപ്പിസോഡ് 1ഉം 2ഉം കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇന്നത്തെ എപ്പിസോഡിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എനിക്ക് ഗൈസ് ഗൂഗിൾ ആഡ്സ് ആൻഡ് ലിറ്ററേച്ചർ എൻ്റെ കൊച്ചു വർത്തമാനം എപ്പിസോഡ് 3 ഇതൊരു സ്മോൾ ബിറ്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാവുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇസ് മസ്റ്റ് യാർ അല്ലെ. ഇന്നത്തെ കൊച്ചു വർത്തമാനം നിങ്ങൾ സെക്കൻഡ് എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പിസോഡ് 3 എൻ്റെ കല്യാണം ലവ് മാരേജ് ആയിരുന്നോ അതോ അറേഞ്ച് മാരേജ് ആയിരുന്നോ, ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡിനെ കണ്ടുമുട്ടിയത്, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പിസോഡ് 3 സംസാരിക്കാമെന്ന്. എന്നാൽ നമുക്ക് എപ്പിസോഡ് 3 പോയാലോ? എന്താണ് വെയിറ്റ് ചെയ്യുന്നത്? എന്ത് സുഖല്ലേ. പെഹ്ലാ നഷ പെഹ്ലാ ഖുമാർ, നയാ പ്യാർ ഹെ നയാ ഇന്റസാർ, കർ ലൂ മേ ക്യാ അപ്നാ ഹാൽ ഏ ദിലേ ബേഖരാർ. ഞാൻ ഭയങ്കര പാട്ടുകാരിയൊന്നുമല്ല, നമ്മൾ അറിയാവുന്ന കാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വെൻ ഐ വോണ്ട് ടു ചേഞ്ച് മൈ മൂഡ് ഞാൻ ഈ പാട്ട് പ്ലേ ചെയ്യും. ഓൾ ടൈം എവർ ഗ്രീൻ ഫേവറേറ്റ് സോങ് ദാറ്റ് ഐ ഹാവ് ഇൻ മൈ പ്ലേലിസ്റ്റ്. നിങ്ങൾ എൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഈ പാട്ടായിരിക്കും ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്തേക്കുന്നത്. എന്തായാലും ഈ പാട്ട് അപ്ലോഡ് ചെയ്ത യൂട്യൂബറിന് എന്റെ വക കുറെ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ. എനിക്ക് അമീർ ഖാൻ എന്ന് വെച്ചാൽ മൈ ഗോഡ് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അമീർ ഖാൻ അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഇസ് ലവ്. ലെറ്റ്സ് മേക്ക് ദിസ് എപ്പിസോഡ് റൊമാൻറ്റിക്. അതുകൊണ്ടാണ് ഞാൻ ഒരു അമീർ ഖാൻ പാട്ട് വെച്ച് തന്നെ തുടങ്ങിയത്. ഇവിടെ ഒക്കെ മനസ്സിൽ ഒരു റൊമാൻസ് ഒളിച്ചിരിപ്പുണ്ട്. ചിലരത് പ്രകടിപ്പിക്കും, ചിലരത് പറയത്തില്ല, ചിലർ അവരുടെ മനസ്സിൽ തന്നെ വെച്ച് അതിനെ എൻജോയ് ചെയ്യും അവരുടെ സ്വന്തം മീ ടൈമില്. ഇല്ലെങ്കിൽ ചിലർ അവരുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും, ചിലർ അവരുടെ ഡയറിയിൽ എഴുതി വെക്കും, ചിലർ എൻ്റെ കൂട്ട് ഷോർട്ട് ടോക്കില് കൊച്ചു വർത്താനത്തിൽ നിങ്ങളെ കൂടെ എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യും. Love is not violence. Love is not forceful. Love is not a competition. Love is not something that you can enforce on someone. Love ഉള്ളിന്ന് വരണം. നമുക്ക് ഒരാളോട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ നമ്മള് വായിച്ചിട്ടില്ലേ, റോമിയോ ജൂലിയറ്റ്, ഇല്ലെങ്കിൽ നമ്മൾ എത്ര ബുക്സ് ഒക്കെ റൊമാൻറ്റിക് നോവൽസ് ഒക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്തൊക്കെ പറയുന്ന ലവ് ഇസ് like unconditional. You don't judge your partner when you are in love. You don't expect anything in return when you are in love. Love is so beautiful. It is a blessing. ഞാൻ അതിനെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് വെൻ യു ആർ ഇൻ ലവ് ദ വേൾഡ് സീംസ് ഓൾ റൈറ്റ് അല്ലെ. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കാണില്ല, കേൾക്കില്ല. ആസ് ഇഫ് യു ആർ ഇൻ എ വണ്ടർലാൻഡ് അല്ലെ. എന്റെ ഒക്കെ ജനറേഷനിൽ ലവ് എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റ് ആയിരുന്നു. എന്റെ പേരൻസിന്റെ ടൈമിലും ഐ തിങ്ക് ആ ജനറേഷനിലും ലവ് എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റ് ആയിരുന്നു. അന്നത്തെ കാലത്തൊക്കെ ലവ് മാരേജ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് അതൊരു പുതുമയായിരുന്നായിരിക്കും അല്ലെ. എന്റെ പേരൻസിന്റെ ലവ് മാരേജ് ആയിരുന്നു. എന്റെ ഗ്രാൻഡ് പേരൻസ് വെർ ക്വൈറ്റ് ബോൾഡ് ടു അക്സെപ്റ്റ് ദാറ്റ്. ഓക്കെ, ആ സമയത്തൊക്കെ ലവ് മാരേജ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ വീട്ടും നാട്ടുകാരും റിലേറ്റീവ്സും ഒക്കെ എങ്ങനെയായിരുന്നായിരിക്കും ആ ഒരു സിറ്റുവേഷനെ അവര് ആക്സെപ്റ്റ് ചെയ്തെന്ന് ഞാൻ എപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. എനിക്കും എൻ്റെ ബ്രദറിനും വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ പേരൻസിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അമ്മയുടെ അടുത്ത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് എൻ്റെ ഇഷ്ടം പറഞ്ഞു. എനിക്കിങ്ങനെ ഒരാളെ ഇഷ്ടമായി, എനിക്കിങ്ങനെ ഒരു ചെറിയ ഇഷ്ടമുണ്ട്. അപ്പോൾ അമ്മ വാസ് ഷോക്ക്ഡ്. അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, ആരാണ്, എവിടാണ്, എന്താണ്, മലയാളിയാണോ, നോർത്ത് ഇന്ത്യൻ ആണോ, സ്കൂളിൽ പഠിക്കുകയാണോ, കോളേജിൽ പഠിക്കുകയാണോ, ജോലിയുണ്ടോ, വീട്ടിൽ ആരുണ്ട്, എവിടെ താമസിക്കുന്നത്, അങ്ങനെ ഒരു 100 ക്വസ്റ്റ്യൻ. ആ പ്രായത്തിലൊക്കെ നമുക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവൊന്നുമില്ല. അപ്പോൾ ഒബ്വിയസ്ലി വി ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ അവർ പേരൻസ് റൈറ്റ്. അപ്പൊ എന്റെ ഡിസിഷൻ അവിടെ അത്ര വെയിറ്റേജ് എടുത്തിട്ടില്ല. അന്ന് എന്നെ പ്രപ്പോസ് ചെയ്ത ആളെന്ന് പറയുന്നത് ഇന്നത്തെ എന്റെ ഹസ്ബൻഡാണ് ഗൈസ്, ശ്രീനിയേട്ടൻ. ശ്രീനേട്ടൻ ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോ എനിക്കിട്ട് പണി തരും.
അങ്ങനെ ഒരു ദിവസം ഫൈനലി ശ്രീനേട്ടൻ്റെ ബ്രദറിൻ്റെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്നു ഗൈസ്. വീട്ടിൽ വന്നിട്ട് ഡയറക്റ്റ്ലി കല്യാണമാണ് പ്രപ്പോസ് ചെയ്തത്. എൻ്റെ അച്ഛൻ വാസ് കംപ്ലീറ്റ്ലി ഷോക്ക്ഡ്. അച്ഛൻ എന്തോ പറയേണ്ടതെന്ന് അച്ഛൻ അറിയത്തില്ലായിരുന്നു. വീട്ടിൽ ഒരു അൺഇൻവൈറ്റഡ് ഗസ്റ്റ് വന്നു, അറിയത്തില്ല അവരെ അച്ഛന് മുമ്പേ, അച്ഛൻ കണ്ടിട്ടില്ല. അറിയാത്ത രണ്ടാളുകൾ വീട്ടിൽ കയറി വന്നിട്ട് മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമെന്നാണ് അച്ഛൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി ചോദിക്കുന്നത്. ആൻഡ് മൈ ഫാദർ വാസ് കംപ്ലീറ്റ്ലി ഷോക്ക്. അച്ഛൻ എന്തോ ചെയ്യണ്ടേ, എന്തോ പറയേണ്ടത്, അച്ഛൻ വാസ് ലൈക്ക് ലോസ്റ്റ്. അച്ഛൻ പറഞ്ഞു അച്ഛൻ ഇപ്പം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, അച്ഛൻ നീഡ് സം ടൈം, അച്ഛന് കുറച്ച് ആലോചിക്കാനുണ്ട്, അച്ഛൻ വീട്ടിൽ ഫാമിലി ആയിട്ടൊന്ന് സംസാരിക്കണം, എന്നിട്ട് അച്ഛൻ വിൽ അപ്ഡേറ്റ്. അവർ പോയതിനു ശേഷം വീട്ടിൽ ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഫുൾ ടെൻഷൻ. വീട്ടിലെല്ലാവരുടെയും മുഖത്തൊരു കത്തി വന്ന ഒരു ഇതായിരുന്നു കേട്ടോ. അമ്മ മിണ്ടായിരിക്കുന്നു, അച്ഛൻ മിണ്ടായിരിക്കുന്നു. മൈ ബ്രദർ വാസ് നോ വെയർ ദർ. ഐ ഡോണ്ട് നോ വെയർ ഹി വാസ്. ഐ തിങ്ക് ഹി റാൻ അവേ ഫ്രം ദാറ്റ് സിറ്റുവേഷൻ. മൈ കുഞ്ഞമ്മ, അങ്കിൾ, മൈ അപ്പച്ചി, മൈ കസിൻസ്, എവ്രി വൺ വെയർ ദർ അറ്റ് ഹോം. ഞാൻ തിരിച്ചു ഓഫീസിൽ നിന്ന് വന്നപ്പം, ഞാൻ വീട്ടിൽ കയറി വന്നപ്പം വീട്ടിലെ അറ്റ്മോസ്ഫിയർ അങ്ങനെ ഒത്തിരി രസകരമല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഞാനിനി എന്തെങ്കിലും വല്ല കുർത്തയ്ക്ക് ഒപ്പിച്ചോ, ഞാൻ ആ ഒരു ചിന്താഗതിയിലായിരുന്നു കേട്ടോ. എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ദാറ്റ് വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരാൾ കല്യാണം പ്രപ്പോസൽ ചെയ്തു എന്നുള്ള. അപ്പം അമ്മ പറഞ്ഞു ശ്രീനിവാസൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് ഏത് ശ്രീനിവാസൻ, ഐ ഡോണ്ട് നോ ഹിസ് ഫുൾ നെയിം. I only know his name is Srini. I used to call him Srini. എനിക്ക് ശ്രീനിവാസൻ എന്നാണ് പേര് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനായിരുന്നു ഗൈസ് ഞങ്ങളുടെ ലവ് തുടങ്ങിയത്. എന്തായാലും അന്ന് വീട്ടിൽ നല്ല ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് കുറേ വഴക്കൊക്കെ കിട്ടി. എൻ്റെ പേരൻസ് എത്ര ഓപ്പൺ മൈൻഡഡ് ആണെന്ന് പറഞ്ഞാലും അവർ കുറച്ച് ഷോക്കായി ഈ ഒരു ഇൻസിഡൻറ്റിൽ. പിന്നെ എന്തായിരുന്നു, ഒരാഴ്ച വീട്ടിൽ കഴിച്ചിലും പിഴിച്ചിലും അതും ഇതും. എനിക്ക് ശ്രീനേട്ടനോടുള്ള ആ സമയത്ത് ഒരു ദേഷ്യം എന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് പറയാതെ എന്തിനു വീട്ടിൽ വന്നു, എൻ്റെ അടുത്തൊന്നും പറയായിരുന്നല്ലോ ഞാനിങ്ങനെ വരുവാന്ന്. ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ടെന്നൊക്കെ. പക്ഷെ ഞാൻ ഈ കാര്യത്തിന് സീരിയസ് ആയിട്ട് എടുത്തിട്ടേ ഇല്ലായിരുന്നു. ബിക്കോസ് എനിക്ക് കല്യാണം ഒക്കെ നോർത്ത് വിഷൻ ആയിരുന്നു. ഓക്കെ, വൺ ഗായ് പ്രപ്പോസ് മീ, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഫൈൻ, അത്രയൊക്കെ ഉള്ളായിരുന്നു. ഇതിനൊക്കെ വലിയ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ, കല്യാണം പ്രപ്പോസൽ വന്നിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമെന്ന് മാത്രമല്ല ചോദിച്ചത്, കല്യാണം കഴിക്കാൻ 3.5 വർഷം വെയിറ്റ് ചെയ്യണം എന്നും കൂടെ പറഞ്ഞു. ദാറ്റ് മെയ്ഡ് മൈ ഡാഡ് ഗോ ഫ്യൂരിയസ്. ഓക്കെ, ഒന്നാമത്തെ കല്യാണം കഴിക്കാൻ വന്നിട്ട് ഡയറക്റ്റ് ചോദിക്കുന്നു അറിയാത്ത ഒരാൾ, ഏതോ ഒരാൾ. ഓക്കെ, അച്ഛൻ കണ്ടിട്ട് പോലില്ല, അതിൻ്റെ കൂടെ 3.5 വർഷം വെയിറ്റ് ചെയ്യണം. എൻ്റെ അച്ഛനാണെങ്കിൽ ശരിക്കും ഹിസ് ഹെഡ് വാസ് സ്പിന്നിങ്. ആൻഡ് സോ ആഫ്റ്റർ ഓൾ ഓഫ് ദീസ് തിങ്സ് എൻ്റെ അച്ഛൻ ചോദിച്ചു, നീ 3.5 വർഷം ഒരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പോവാണോ? ഐ വാസ് ലൈക്ക്, വിച്ച് 3.5 വർഷം മൈ ഡാഡ് ഇസ് ടോക്കിംഗ് അബൌട്ട്? എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞില്ല. സോ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് 3.5 വർഷമൊന്നും ആർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനൊന്നും അല്ല കല്യാണം നടക്കുന്നത്. ഇത് വലിയൊരു വീട്ടുകാരെല്ലാവരും കൂടെ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു പയ്യൻ വന്നിട്ട് കല്യാണം ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മോളെ കെട്ടിച്ച് കൊടുക്കുമോ? ലൈക്ക് അച്ഛൻ വാസ് ലൈക്ക് ദറ്റ് മൂവി സ്റ്റാർ, യുനോ, പഴയ മലയാളം മൂവി സ്റ്റാറിലൊക്കെ പറയുന്ന തൊട്ട് അച്ഛൻ ഫുൾ യുനോ ദാറ്റ് ഓൾഡ് മൂവി സ്റ്റാർ അച്ഛൻ മാതിരിയൊക്കെ ആയി. എന്തായാലും ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഐ മെറ്റ് ശ്രീനേട്ടൻ അഗെയിൻ ബസ് സ്റ്റോപ്പിൽ. എന്നിട്ട് ഐ വാസ് വെരി ആംഗ്രി അറ്റ് ഹിം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മൈ മലയാളം വാസ് വെരി ഫണി അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, ഇപ്പം ഞാൻ ഒപ്പിച്ച് മലയാളത്തിൽ ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ വരുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് ഒന്ന് പറയാൻ വയ്യായിരുന്നോ, നിങ്ങൾ എന്തിനാ അങ്ങനെ വീട്ടിൽ വന്നു and all of that. And then I asked him, what is this 3.5 വർഷം കാത്തിരിപ്പ് and all. Then he said that he got an offer from Muscat and he is relocating to Muscat for 3.5 years on a job visa. And during that 3.5 years he cannot commit for a marriage. എൻ്റെ കിളി പറഞ്ഞു ഗൈസ്, കിളി കാക്കെല്ലാം മറന്നുപോയി. ഐ വാസ് ലൈക്ക്,
ഓക്കെ ദെൻ അതെൻ്റെ അടുത്ത് നേരത്തെ പറയണമായിരുന്നല്ലോ, വൈ യു ഹാവ് നോട്ട് എക്സ്പ്ലെയിൻഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. സോ എനിവേസ് അതെല്ലാം ഞങ്ങൾ സംസാരിച്ചു, ക്ലാരിഫൈ ചെയ്തു. ഇതിനൊക്കെ ഒരു മീഡിയേറ്റർ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ആൻഡ് ദാറ്റ്സ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് സുജിത് നായർ. എൻ്റെ ആംസ്റ്റർഡാം വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, ശ്രീനേട്ടൻ്റെ അനിയൻ. സോ ഹീ വാസ് ഓൾസോ സ്റ്റഡിങ് ദെയർ ഇൻ ഫരീദാബാദ്. സോ he was there. So he was like the postman, the postman that I was in my previous episode, which I was explaining to all of you. School time le postman ille adhe guttu Sujit aayirunnu ഞങ്ങളുടെ postman. So എനിക്ക് he was like the what you call, എനിക്കത് പറയാൻ അറിയത്തില്ല. ഞങ്ങളുടെ വീട്ടില് സുജിത് വാസ് ലൈക്ക് ദി കാര്യസ്ഥൻ, ലൈക്ക് you know, the person who takes in charge and lead things. So my parents started trusting more Sujit, because Sujit was very extrovert and എപ്പോഴും വീട്ടിൽ വന്നിട്ട് സംസാരിക്കും, അമ്മയ്ക്കും അച്ഛനും ഒരു കോൺഫിഡൻസ് കൊടുക്കും. മൈ ബ്രദർ ഇസ് വെരി കമ്മിറ്റഡ് ആൻഡ് ഹി ലവ്സ് യുവർ ഡോട്ടർ, ഹി വിൽ ടേക്ക് കെയർ ഓഫ് ഹർ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, big things he will come and talk. And he was like the favorite, എൻ്റെ മമ്മിയുടെയും പപ്പയുടെയും ഫേവറേറ്റ് ആയിരുന്നു സുജിത്. ആൻഡ് ശ്രീനേട്ടൻ അങ്ങനെ ദെൻ ഒബ്വിയസ്ലി ഐ ഓൾസോ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഫോർ ശ്രീനേട്ടൻ. ആൻഡ് അങ്ങനെ ശ്രീനേട്ടൻ മസ്കറ്റിൽ പോയി 3.5 വർഷം, for 3.5 years, almost 3 years, not 3.5 years. Sujit was my best friend. I used to share everything with him. I used to tell him all my dramas, my bad days, good days. Whenever there is a storm that hits home, when dad gets angry, he picks up this topic and all that thing. എല്ലാം സുജിത്തിൻ്റെ അടുത്ത് പറയും. സുജിത്ത് പാവം അതെല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യും ശ്രീനേട്ടൻ. ആൻഡ് ശ്രീനേട്ടൻ ഗെറ്റ്സ് ടെൻഷൻ there, and then he will call me on Fridays and he will console me. So mine was a long distance relationship. Annakka long distance relationship was നോട്ട് ഈവൻ കോമൺ. എനിക്ക് തോന്നുന്നു ആരും അതിനെക്കുറിച്ചൊന്നും പണ്ടൊന്നും സംസാരിക്കത്തില്ലായിരുന്നു. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഇസ് നൗ കോമൺ. ഇപ്പം ലോങ് ഡിസ്റ്റൻസ് മാരേജ് ഉണ്ട്, ലോങ് ഡിസ്റ്റൻസ് പേരന്റിങ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. പക്ഷെ അന്നത്തെ സമയത്തൊക്കെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഇറ്റ്സ് വെരി അൺകോമൺ. വാക്ക് കൊടുത്തത് വാക്കാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു ആൻഡ് ഹി ഓൾസോ കെപ്റ്റ് ഹിസ് പ്രോമിസ്. 3.5 വർഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്തു. ഫോണിൽ സംസാരിക്കുകയും, അതും എന്നും ഫോണിൽ 24 മണിക്കൂർ ഫോൺ സംസാരിക്കുന്നില്ല. അന്നും മൊബൈൽ ഫോണൊന്നും ഇല്ല, ലാൻഡ് ലൈനിലായിരുന്നു. ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് ലൈക്ക് അന്നൊന്നും റീചാർജ് ചെയ്യാനുള്ള ഒരു പൈസയോ അങ്ങനത്തെ സാമ്പത്തികമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ലാൻഡ് ലൈനിൽ മാത്രം ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ഞാൻ എല്ലാ ഫ്രൈഡേയിലും വൈകുന്നേരം ശ്രീനേട്ടൻ്റെ കോൾ വരാൻ വെയിറ്റ് ചെയ്യും. ആൻഡ് ഹി വാസ് ഓൾസോ കമ്മിറ്റഡ് ടു മൈ പേരൻസ്, ഓക്കെ, നോട്ട് ഓൺലി ടു മീ. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ thing about when you are seriously in love with a person. You are not only loving that person, but you are also loving the people around that person. Like എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ, അമ്മ, ശ്രീനേട്ടൻ അവരോട് എല്ലാവരോടും സംസാരിക്കുന്നത്. എൻ്റെ ബ്രദർ അതേ കൂട്ട് his brother Sujit was so much committed. Sujit will come home and he give confidence to my parents. Srinivetan will come, will surely marry your daughter, if not he will marry me. All of that, it was so much of fun there back home. അങ്ങനെ 3 വർഷം കഴിഞ്ഞ് ശ്രീനേട്ടൻ വന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഗുരുവായൂരിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. I am not talking about what is written in dictionary or what is being quoted by all these famous journalists or authors and all. For me, love is commitment. For me, love is trust. For me, love is companionship. ഞങ്ങൾ തമ്മിൽ നല്ല ഡിഫറൻസസ് ഉണ്ട്. He is very shy and introvert. I am very loud and extrovert. And I am totally opposite of him. At times we fight, at times we disagree, at times we argue, at times we don't speak to each other, but it's all okay. That's the companionship. That's the commitment that we both together took many years ago.
and we are committed to each other. We are looking forward to have a beautiful retirement together. അപ്പോൾ ഇതായിരുന്നു ഗൈസ് എൻ്റെ ലവ് സ്റ്റോറി. ഇന്നത്തെ കൊച്ചു വർത്തമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും തരണം കേട്ടോ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലൊക്കെ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം. എന്തെങ്കിലും ടോപ്പിക് നിങ്ങളുടെ മനസ്സിലുണ്ട് ഞാൻ കൊച്ചു വർത്തമാനത്തിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ എപ്പിസോഡായിട്ട് ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. Take care and have a wonderful week ahead. Bye bye.